അവസാനിക്കുന്നു. ആ പ്രഭാതത്തിൽ ഇന്ത്യ രാജ്യത്തെ മുഴുവൻ മുസ്ലിങ്ങളുടെയും തലയിലൂടെ റോളറുകൾ ഉരുളാൻ പോകുന്നു എന്ന് പറയുന്ന ഈ വീൺവാക്കുകൾ, ഈ ഭീഷണികൾ, ഈ തരത്തിലുള്ള ഭീതിപ്പെടുത്തലുകൾ, അതിൽ ഭയന്നു പോവേണ്ടവരല്ല നമ്മൾ. ഭയന്നിരിക്കുന്നവർക്ക് ഒരടി മുന്നോട്ട് പോകാൻ കഴിയില്ല. ഏറ്റവും ക്രിയാത്മകമായി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ധീരതയുടെ അടയാളമാണ്. ക്രിയാത്മകമായ പ്രവർത്തനം എന്ന് പറയുന്നത് കാശ്മീരിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിർമ്മിതിയാണ്. മെഷീൻ ഗൺ, AK-47 റൈഫിൾ എടുത്ത് അതിൽ ബുള്ളറ്റ് നിറച്ച് അത് യന്ത്രത്തോക്കുകൾ പ്രവർത്തിക്കുന്ന ഈ പ്രവർത്തനം അല്ല. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, താഴെ തട്ടിലുള്ള ജനങ്ങളുടെ ജീവിത പുരോഗതി ലക്ഷ്യം വെച്ചുള്ള അടിസ്ഥാന പ്രവർത്തനങ്ങൾ. ഇന്ത്യയുടെ വ്യത്യസ്ത ഗ്രാമയോരങ്ങളിൽ കാന്തപുരം ഉസ്താദിന്റെ ശിഷ്യന്മാർ, മർക്കസിൽ നിന്നിറങ്ങിപ്പോയവർ, SSFന്റെ ആശയം പേറുന്നവർ, അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഈ രണ്ടറ്റത്തു നിന്നും SSF തുടങ്ങിയിട്ട് 50 വർഷമായില്ല. വളരെ ചെറിയ കാലം മാത്രം. ഈ ചെറിയ കാലയളവ് കൊണ്ടുണ്ടായ അത്ഭുതകരമായ മാറ്റത്തിന്റെ വിളംബരമാണ് ഇന്ന് കേരളത്തിന്റെ പുറത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഒരേ സമയം ഇതുപോലെ ആയിരങ്ങളെ സാക്ഷി നിർത്തിയിട്ട് ഒരു പ്രഖ്യാപനം ഇവിടെ നടക്കാനിരിക്കുന്നത്. ആ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് നമ്മളെന്നാണ് നമ്മൾ ഓർക്കേണ്ടത്. മറ്റൊന്നിനെ കുറിച്ചും വേവലാതിപ്പെടേണ്ടതില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പാഠം ഓർമ്മ വേണം. ലോകം അവസാനിക്കും എന്ന് വരികിലും നിങ്ങളുടെ കയ്യിൽ കിട്ടിയ ഒരു വിത്തിനോട്, ഒരു തയ്യോട് നിങ്ങൾക്ക് ചെയ്യാനുള്ള ധർമ്മം അത് നട്ടുപിടിപ്പിക്കുക എന്നതാണ്. ലോകം അവസാനിക്കും, ഇന്ന് പ്രളയം വരും, നാളെ കടലെടുക്കും, അതുകൊണ്ട് അയ്യോ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് കരയലല്ല ക്രിയാത്മകത. കയ്യിൽ കിട്ടിയ നന്മയുടെ വിത്ത് നടുക. ഓരോ വിത്തും നമുക്ക് ഇവിടെ അത് എത്ര കാലം നിലനിൽക്കുമെന്നതല്ല. വിത്തിന്റെ ധർമ്മം അതൊരു നന്മ മരമായി വളരേണ്ടതാണ്. അതുകൊണ്ട് എത്ര ഭൂമിയിൽ നന്മ നട്ടുപിടിപ്പിക്കാൻ കഴിയുമോ എന്നതിനെ കുറിച്ചാണ് ആലോചിക്കേണ്ടത്. വിശ്വസിച്ച ഒരു സമൂഹവും അവർ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല, അവർ അവസാനിക്കപ്പെട്ടിട്ടില്ല, അവരെ സംഹരിക്കാൻ കഴിയില്ല എന്നത് വിശുദ്ധ ഖുർആന്റെ ആഹ്വാനമാണ്. വിശ്വാസം മതി, വിശ്വാസമാണ് നമ്മുടെ കൈമുതൽ, അത് കൈമോശം വരരുത്. ഓർമ്മ വേണം നിങ്ങൾക്ക്, കുത്തിയൊഴുകുന്ന ടൈഗ്രീസ് നദിയുടെ ഇങ്ങേക്കരയിൽ നിന്നാണ് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനെ കോസ്റോസിന്റെ വെള്ളക്കൊട്ടാരം ചൂണ്ടിക്കാണിച്ചു കൊടുത്തത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വാഗ്ദാനം ചെയ്തതാണ് ആ കൊട്ടാരം എന്ന്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവും സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവും ചേർന്ന് നടത്തുന്ന ഒരു പ്രഖ്യാപനമുണ്ട്. ആ പ്രഖ്യാപനം ഇതായിരുന്നു: ആരെങ്കിലും നന്മയേക്കാൾ കൂടുതൽ തിന്മ ചെയ്തവർ ഈ കൂട്ടത്തിലില്ലെങ്കിൽ, ഞാൻ അടിവരയിടുന്നു, ആരെങ്കിലും നന്മയേക്കാൾ കൂടുതൽ തിന്മ ചെയ്തവർ ഈ കൂട്ടത്തിലില്ലെങ്കിൽ, ഈ കുത്തിയൊഴുകുന്ന ടൈഗ്രീസിന്റെ മുകളിലൂടെ നമ്മൾ അക്കരെ കടക്കും. അത് നൗകയിലേറിയിട്ടല്ല, കപ്പലിലേറിയിട്ടല്ല, പത്തേമാരിയിലേറിയിട്ടല്ല, അവരുടെ കുതിരപ്പുറത്ത്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു, സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു, സ്വഹാബി വര്യന്മാർ, എന്താണ് അവരുടെ ശക്തി എന്ന് നിങ്ങൾ കാണണം. വിശ്വാസം മാത്രം. ആയുധത്തിന്റെ ശക്തി തോറ്റുപോകും, ഏത് കുതിര ശക്തിയും പരാജയപ്പെടും. അവിടെ നമ്മൾ കണ്ടത് കുത്തിയൊഴുകുന്ന ടൈഗ്രീസിന്റെ ഓളങ്ങളിൽ സഅദ് ഇബ്നു അബീ വഖാസിന്റെയും സയ്യിദ് ഇബ്നു ഹാരിസയുടെയും ബാക്കി വരുന്ന ശിഷ്യന്മാരുടെയും സ്വഹാബിമാരുടെയും മുത്തുനബിയുടെ അനുചരന്മാരുടെയും കുതിരക്കുളമ്പുകൾ ആ ടൈഗ്രീസിന്റെ ഓളങ്ങളിൽ കവിത രചിച്ചതായിട്ടാണ്. കുത്തിയൊഴുകുന്ന ടൈഗ്രീസ് നദിയെ മുറിച്ചു കടക്കാൻ ഈ സംഘത്തിന് വെറും കുതിരപ്പുറത്ത് അതിശക്തമായി ഈ നദി മുറിച്ചു കടക്കാൻ കഴിഞ്ഞെങ്കിൽ, അപ്പുറത്ത് സർവായുധ വിഭൂഷിതരായി നിന്ന ശത്രുക്കൾ അവർ വിളിച്ചു പറഞ്ഞു, വരുന്നത് മനുഷ്യരല്ല, വരുന്നത് മാലാഖമാരാണ്. ഈ മാലാഖമാരോട് പൊരുതാൻ നമുക്ക് കഴിയില്ല. ആയുധം വലിച്ചെറിഞ്ഞു, അവർ പിന്തിരിഞ്ഞോടി. ഒരു തുള്ളി രക്തം ചിന്താതെ കോസ്റോസിന്റെ വെള്ളക്കൊട്ടാരം, അതിന് വിലപിടിപ്പുള്ള സർവസ്വവും അത് ഇസ്ലാമിന്റെ അധീനതയിൽ വന്നു. ഒരു കാലം കല്ലേൽ പിളർക്കുന്ന ആജ്ഞ കൊണ്ട് ധിക്കാരത്തിന്റെ പ്രതീകമായി ഉയർന്നു നിന്നിരുന്ന കുംഭഗോപുരം അത് അവസാനിച്ചു. പകരം അത് ഇസ്ലാമിന്റെ അധീനതയിൽ വന്നു. ഈ സാമ്രാജ്യം, അധികാരത്തിന്റെ ഈ സുഖസമൃദ്ധി ഇത് മുന്നിൽ കുമിഞ്ഞുകൂടിയപ്പോൾ രണ്ടാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തേങ്ങി കരഞ്ഞു. അനുചരന്മാർ ചോദിച്ചു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട്, അങ്ങ് എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ കരയുന്നത് എന്ന്, സന്തോഷിക്കല്ലേ വേണ്ടത് എന്ന്. ഉമർ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുത്തുനബിയുടെ ഒന്നാം ഉത്തരാനിയായി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ, എന്റെ സ്നേഹിതന്മാർക്ക് ഇവർക്കില്ലാത്ത ഒരു പരീക്ഷണമാണ് ഈ നിധികുംഭങ്ങൾ, ഈ പട്ട്, പരവതാനി, മരതകം, മാണിക്യം, സ്വർണം, ദീനാർ, ഈ വെള്ളി, ഈ അധികാരത്തിന്റെ അടയാളങ്ങൾ, ഇത് മുഴുവനും
ഭയപ്പെടുത്തുന്നു. അത് ഓരോ തുള്ളിയും അർഹരിലേക്ക് വിതരണം ചെയ്തു കഴിഞ്ഞപ്പോൾ അന്നാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉറങ്ങിയത് എന്നാണ് ചരിത്രം. എന്താണ് നമ്മുടെ ധർമ്മം? നമ്മുടെ ധർമ്മം അധികാരമല്ല. നമ്മുടെ ധർമ്മം നന്മയാണ്. മനുഷ്യരുടെ നന്മയെ ലക്ഷ്യം വെച്ചുള്ള കഠിനമായ പ്രവർത്തനം, ഏതും നേരിടാനുള്ള ത്യാഗസന്നദ്ധ പുഞ്ചിരി, ഇതുകൊണ്ട് നേരിടുക.